എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ രുദ്രായ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചമകത്തിൻ്റെ 10ാമത്തെ അനുഭവമാണ് വ്യാഖ്യാനം ചെയ്തിരുന്നത്. ഇന്ന് 11ാമത്തെ അനുഭവം നോക്കാം. ഇതിൽ 11ാമത്തെ അനുഭാഗത്തിൽ അവസാനത്തെ അനുഭാഗം, അതായത് ശ്രീരുദ്രത്തിൽ നമകവും ചമകവും ചേർന്നതാണ് ശ്രീരുദ്രം. അതിൽ നമകം 11 അനുഭാഗം, അതിന് വ്യാഖ്യാനം നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ ചമകമാണ് നമ്മൾ വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലും 11 അനുഭാഗം തന്നെയാണ്. അപ്പോൾ ചമകത്തിലെ അവസാനത്തെ അനുഭാഗമായ 11ാമത്തെ അനുഭാഗത്തിൽ അതിലാദ്യം തുടക്കത്തിൽ കുറച്ച് നമ്പേഴ്സ് ആണ് വരുന്നത്. അതായത് ഒറ്റയക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 3, 5, 7 എന്നിങ്ങനെ ഉള്ള 33 വരെ. ഇതിനാണ് ഒറ്റയക്കങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇരട്ടയക്കങ്ങൾ, അതായത് 2, 4, 6 എന്നീ രീതിയിൽ വരുന്നത്. ഇതാദ്യം ഒന്ന് ചൊല്ലാം. അതിൽ അക്കങ്ങളായിട്ട് വരുന്ന 1 ഏകാചമേ, തിസ്രച്ഛമേ എന്നീ രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ശ്ലോകങ്ങളുണ്ട് അതിൽ. അത് മൊത്തം ഇന്ന് നമുക്ക് നോക്കാം. ഏകാചമേ, തിസ്രശ്ചമേ, പഞ്ചചമേ, സപ്തചമേ, നവചമ, ഏകാദശചമേ, ത്രയോദശചമേ, പഞ്ചദശചമേ, സപ്തദശചമേ, നവദശചമ, ഏകവിംശതിശ്ചമേ, ത്രയോവിംശതിശ്ചമേ, പഞ്ചവിംശതിശ്ചമേ, സപ്തവിംശതിശ്ചമേ, നവവിംശതിശ്ചമേ, ഏകത്രിവിംശശ്ചമേ, ത്രയസ്ത്രിവിംശശ്ചമേ, ചതുശ്രശ്ചമേഷ്ടൗചമേ, ദ്വാദശചമേ, ഷോഡശചമേ, വിംശതിശ്ചമേ, ചതുർവിംശതിശ്ചമേഷ്ഠാവിംശതിശ്ചമേ, ദ്വാത്രിവിംശശ്ചമേ, ഷട്ത്രിവിംശശ്ചമേ, ചത്വാരിവിംശശ്ചമേ, ചതുശ്ചത്വാരിവിംശശ്ചമേഷ്ഠാചത്വാരിവിംശശ്ചമേ. തുടർന്ന് വരുന്നത് വാചച്ച, പ്രസവച്ചാഭിജച്ച, ക്രതുച്ച, സുവച്ച, മൂർധാച, വിസ്നിയശ്ചാന്ദ്യായനച്ഛാന്ദ്യച്ച, ഭൗനച്ച, ഭുവനച്ച, അധിപതിശ്ച, ഇടാദേവഹോർ മനുർയജ്ഞനീർബൃഹസ്പതിരുക്താമദാനീ ശകംസി ഷഡ് വിശ്വേ ദേവാഃ സൂക്തവാചഃ പൃഥിവീമാധർമാഹികം സേർമധുമനുഷ്യേ മധുജനിഷ്യേ മധുഭക്ഷ്യാമി മധുവദിഷ്യാമി മധുമതിം ദേവേഭ്യോ വാചമുദ്യാശകം ശുശ്രൂഷേണ്യാം മനുഷ്യേഭ്യസ്തം മാ ദേവാ അവന്ത് ശോഭായേ പിതരോനുമതന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. ഇതിൽ ഒറ്റ അക്ഷരങ്ങളായിട്ട് വരുന്നത് അത് 1, 3, 5 എന്നീ തരത്തിലുള്ളത് അക്കങ്ങൾ, ഒറ്റ അക്കങ്ങൾ. ഇതിന് വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ വേദകാലത്ത്, വൈദിക കാലത്തിൽ, വേദങ്ങളിൽ ആ സമയത്ത് ഈ യാഗങ്ങളും മറ്റും നടത്തുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ ഈ മന്ത്രങ്ങൾ കൊണ്ട് ഈ നമ്പറുകൾ കൊണ്ട്, ഒറ്റയക്കങ്ങൾ കൊണ്ടും ഇരട്ടയക്കങ്ങൾ കൊണ്ടും എന്താണ് വിവക്ഷിച്ചത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു വ്യാഖ്യാനം ലഭ്യമല്ല. വേദങ്ങളുടെ പലതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും, ഇപ്പോൾ സായണാചാര്യൻ്റെ ഉണ്ട്, ഭട്ടഭാസ്കരനുണ്ട്, പിന്നെ അതിനുശേഷം ഒരുപാട് പേര് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ തൃപ്തികരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം ലഭ്യമല്ല തന്നെ. പ്രത്യേകിച്ച് ഈ നമ്പറുകൾ
അക്കങ്ങൾ സംബന്ധിച്ച്. ഇതിൽ ഒറ്റയക്കങ്ങൾ ഛന്ദസ്സുകളായിട്ട്, ഈ അക്കങ്ങൾ ഛന്ദസ്സുകളെയാണ് വിവക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒറ്റയക്കങ്ങളിൽ വരുന്ന ഛന്ദസ് ദേവന്മാർക്കും, ഇരട്ടയക്കങ്ങളിൽ വരുന്ന ഛന്ദസ് എന്ന് പറഞ്ഞാൽ വൃത്തം. സാധാരണഗതിക്ക് മന്ത്രങ്ങളൊക്കെ ഏത് വൃത്തത്തിലാണ് എന്ന് പറഞ്ഞാൽ അനുഷ്ഠിപ്പ്, ജഗതി, തൃഷ്ടിപ്പ് എന്നിങ്ങനെയുള്ള വൃത്തങ്ങളിലാണ് അത് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്പറുകളിൽ മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് അതൊക്കെ അടുത്ത കാലത്തുണ്ടായതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഏകത്വത്തെ കാണിക്കുന്നു, അതായത് പ്രപഞ്ചശക്തി 1 എന്നുള്ളത്. 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷനും പ്രകൃതിയും എന്ന രീതിയിൽ. 3 എന്ന് പറയുന്ന അവസ്ഥ ത്രിമൂർത്തി സങ്കല്പം. 4 എന്ന് പറയുമ്പോൾ പുരുഷാർത്ഥങ്ങൾ. 5 എന്ന് പറയുന്ന അവസരത്തിലെ പഞ്ചപ്രാണനുകൾ. ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ വായിച്ചിടത്തോളം എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റയക്കങ്ങൾ എന്ന് പറയുന്നത് ദേവതകളെ, ഓരോ ദേവതകളെ സൂചിപ്പിക്കുന്നതും, അഥവാ ദേവതകൾക്ക് ഇഷ്ടപ്പെട്ടത് അക്കങ്ങളായും, പിന്നെ ഇരട്ടയക്കങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സംബന്ധിച്ച അക്കങ്ങളായിട്ടുമാണ് തോന്നുന്നത്. ഇവിടെ ഏകാചമേ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നതിൻ്റെ ഫലത്തെ എനിക്ക് തന്നാലും, 3 എന്ന് പറഞ്ഞതിൻ്റെ ഫലത്തെ എനിക്ക് തന്നാലും, ഈ രീതിയിലാണ് ചമേ എന്ന് പറയുന്നത് വരുന്നത്. ദീയതാം എന്ന് പറഞ്ഞുകൊണ്ട്, കൽപ്പതാം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റയക്കങ്ങളായ 1, 3, 5 തുടങ്ങി 33 വരെയുള്ള അക്കങ്ങൾ ദേവതകളെ സൂചിപ്പിക്കുന്നു. അഥവാ ദേവതകൾക്ക് ഇഷ്ടപ്പെട്ട, അഥവാ ദേവതകളെ പ്രീതിപ്പെടുത്താൻ ഉതകുന്ന നമ്പറുകളും, പിന്നെ ഇരട്ടയക്കങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമായിട്ടുള്ള, മനുഷ്യനുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞെങ്കിൽ അവർ തരുന്ന, അഥവാ നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹങ്ങളും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒറ്റയക്കങ്ങൾ ദേവതകളെ പ്രീതിപ്പെടുത്തും, ദേവതകളുമായിട്ടുള്ള ബന്ധമുള്ള നമ്പറുകളും, ഇരട്ടയക്കങ്ങൾ എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, അഥവാ അനുഗ്രഹങ്ങൾ, മനുഷ്യന് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ദേവന്മാരുടെ അനുഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകളായിട്ടുമാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൽ കൂടുതൽ വ്യാഖ്യാനം ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതിൽ വരുന്ന നമ്പറുകൾ നമുക്ക് നോക്കാം. ഏകാചമേ, ഏക എന്ന് പറഞ്ഞാൽ 1. ഏകാചമേ, ഏക 1 ച, ആ 1ഉം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ച എന്ന് പറഞ്ഞെങ്കിൽ മേ മമ, എനിക്ക് 1 കൊണ്ടുള്ള ഗുണത്തെ തന്നാലും എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അല്ലെങ്കിൽ 1 എന്ന് സംബന്ധിയായിട്ടുള്ള ദേവത എന്നിൽ പ്രീതി കാണിച്ചാലും, എന്നിൽ പ്രീതിപ്പെട്ടാലും എന്നർത്ഥം വരുന്നത്. അപ്പോൾ ഏകാചമേ, തിസ്രച്ചമേ, തിസ്രഹ എന്ന് പറഞ്ഞാൽ 3, തിസ്രച്ചമേ, പഞ്ചചമേ, 5, സപ്തചമേ 7, സപ്തം 7, നവചമ 9, ഏകാദശചമേ, ഏകാദശം വെച്ചാൽ 11, ത്രയോദശചമേ, ത്രയോദശ 13, പഞ്ചദശചമേ 15, സപ്തദശചമേ 17, നവദശചമ 19, നവദശചമ ഏകവിംശതിഷ്ടമേ, ഏകവിംശ, വിംശതിയാണ് വിംശതി എന്ന് വരുന്നത്. അതായത് വിംശതി എന്ന് പറഞ്ഞാൽ 20, വിംശതി.
ചൊല്ലുന്ന അവസരത്തിൽ ഗം ചേർത്തിട്ടാണ് ചൊല്ലുന്നത്. ഇതിന് മുമ്പ് അതിന് വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏകവിംശതിശ്ചമേ, ഏകവിംശതിഹി ച മേ, 21 ഏകവിംശതി ചൊല്ലുമ്പോൾ ഏകവിംശതിശ്ചമേ, ഏകവിംശതി, ഏകവിംശതിശ്ചമേ എന്ന് വരും. ത്രയോവിംശതിശ്ചമേ, ത്രയോവിംശതി 23. പഞ്ചവിംശതിശ്ചമേ 25, പഞ്ചവിംശതി. സപ്തവിംശതിശ്ചമേ, സപ്തവിംശതി 27. നവവിംശതിശ്ചമേ, നവവിംശതി 29. ഏകത്രിംശശ്ചമേ, ഏകത്രിംശതി 31, 30. ത്രയസ്ത്രിംശശ്ചമേ, ത്രയത്രിംശതി 33. ത്രയസ്ത്രിംശശ്ചമേ, ചതശ്രശ്ചമേ, ചതശ്രഹ അടുത്തത് 4 ഇരട്ടയാക്കങ്ങൾ തുടങ്ങുന്നു. ചതശ്രഹ 4. ചതശ്രശ്ചമേഷ്ടൗചമേ, അഷ്ടൗചമേ, ചതശ്രശ്ചമേഷ്ടൗചമേ. അവിടെ ആ എലൈഡാണ്, പറയാറില്ല. ഒന്നിച്ച് പറയുന്ന അവസരത്തിൽ ചതശ്രശ്ചമേഷ്ടൗചമേ, അഷ്ടൗചമേ 8. അഷ്ടൗ ച മേ മമ 8 എന്ന് പറയുന്നതിൻ്റെയ അതിൻ്റെ അനുഗ്രഹത്തെ എനിക്ക് ലഭ്യമാക്കിയാലെന്നർത്ഥം. പിന്നെ ദ്വാദശചമേ, ദ്വാദശം 12. ഷോഡശചമേ, ഷോഡശം 16. വിംശതിശ്ചമേ, 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 വിംശതിശ്ചമേ 20. ചതുർവിംശതിശ്ചമേ, ചതുർവിംശതിശ്ചമേ, ചതുർവിംശതിः ച മേ, ചതുർവിംശതിः ച മേ, ചതുർവിംശതി 24. ചതുർവിംശതിശ്ചമേ, അഷ്ടാവിംശതിശ്ചമേ ചൊല്ലുന്ന അവസരത്തിൽ ആ പറയാറില്ല. ചതുർവിംശതിശ്ചമേഷ്ടാവിംശതിശ്ചമേ, അഷ്ടാവിംശതിശ്ചമേ, അഷ്ടാവിംശതി 28. ദ്വാത്രീംശശ്ചമേ, ദ്വാത്രീംശശ്ചമേ, ദ്വാത്രീംശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32. ഷട്ത്രിംശശ്ചമേ, ഷട്ത്രികം 36. ഷട്ത്രിംശതിശ്ചമേ, ഷട്ത്രിംശശ്ചമേ എന്ന് വരും. ഷട്ത്രിംശശ്ചമേ, ഷട്ത്രിംശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36. ചത്വാരിംശശ്ചമേ, 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 ചത്വാരിം എന്ന് പറഞ്ഞാൽ 40. ചതുശ്ചത്വാരികം ശശ്ചമേ 44. ചതുശ്ചത്വാരികം, ചതുശ്ചത്വാരിംശശ്ചമേഷ്ടാചത്വാരിംശശ്ചമേ, അഷ്ടാചത്വാരിംശശ്ചമേ 48. അതുവരെയുള്ള ഒന്നുകൂടെ ചൊല്ലാം. ഇത്രയും നമ്പേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ ദേവതകൾ നമുക്കായിട്ട് പ്രീതിപ്പെട്ട് തരട്ടെ എന്നാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ചൊല്ലാം. ഏകാചമേ, തിസ്രശ്ചമേ, പഞ്ചചമേ, സപ്തചമേ, നവചമ, ഏകാദശചമേ, ത്രയോദശചമേ, പഞ്ചദശചമേ, സപ്തദശചമേ, നവദശചമ, ഏകവിംശതിശ്ചമേ, ത്രയോവിംശതിശ്ചമേ, പഞ്ചവിംശതിശ്ചമേ, സപ്തവിംശതിശ്ചമേ, നവവിംശതിശ്ചമ, ഏകത്രിംശശ്ചമേ, ത്രയസ്ത്രിംശശ്ചമേ, ചതുശ്രശ്ചമേഷ്ടൗചമേ, ദ്വാദശചമേ, ഷോഡശചമേ, വിംശതിശ്ചമേ, ചതുർവിംശതിശ്ചമേഷ്ടാവിംശതിശ്ചമേ, ദ്വാത്രീംശശ്ചമേ, ഷട്ത്രീംശശ്ചമേ, ചത്വാരിംശശ്ചമേ, ചതുശ്ചത്വാരിംശശ്ചമേഷ്ടാചത്വാരിംശശ്ചമേ. അടുത്തത് വാചശ്ച, പ്രസവശ്ച, അഭിജശ്ച, ക്രതുശ്ച, സുഭശ്ച, മൂർധാച, വ്യശ്നിയച്ഛാധ്യായനച്ഛാന്ധ്യശ്ച, ഭൗവനശ്ച, ഭുവനശ്ചാധിപതിശ്ച. ഇതിൽ
വാജശ്ച വാജഹ ച. വാജഹ എന്ന് പറഞ്ഞാൽ അന്നം, ആഹാര സാധനാനി, ഇതാണ്. അത് ലഭ്യമാക്കിയാലും ദീയതാം, വാജഹ ദീയതാം. ആഹാരം, ആഹാര സാധനങ്ങൾ, ധാന്യങ്ങൾ പോലെയുള്ള വസ്തുക്കൾ. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് നമകത്തിൽ. എന്തൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട്, ചമകത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അന്നം, അതുപോലെ തന്നെ മറ്റുള്ള പയറുവർഗ്ഗങ്ങൾ, അതല്ലേ ഭക്ഷണത്തിന് ഉതകുന്ന സാധനങ്ങൾ മുഴുവനും ഇഷ്ടം പോലെ കൊണ്ടാണ് ഇതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ വീണ്ടും കൂടെ പറയുന്നു. വാജഹ അന്നം, വാജശ്ച മേ വാജഹ ച മേ മമ എനിക്ക് ദീയതാം, മമ വാജഹ അന്നം ദീയതാം, അന്നസംബന്ധി വസ്തുവിനി ദീയതാം, ദീയന്താം പ്ലൂറലാകുമ്പോൾ ബഹുവചനം. വാജഹ അന്നം, പ്രസവശ്ച മേ തസ്യ ഉത്പത്തി. പ്രസവ, പ്രസവ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക എന്നർത്ഥമാണ്. തസ്യ ഉത്പത്തി എന്ന് പറഞ്ഞാൽ അന്നത്തിൻ്റെ ഉൽപ്പത്തി. അപ്പോൾ ഇഷ്ടം പോലെ അന്നത്തിൻ്റെ ഉൽപ്പത്തി സംഭവിക്കട്ടെ. ഇപ്പോൾ ഭക്ഷണ സാധനാനി പ്രസവ, ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ എന്നർത്ഥം. എങ്ങനെ? വാജശ്ച പ്രസവച്ഛ അഭിജച്ഛ ക്രതുച്ഛ വാജശ്ച അന്നവും. വാജശ്ച വാജഹ ച പ്രസവശ്ച പ്രസവ ഉണ്ടാകട്ടെ. തസ്യ ഉൽപ്പത്തി ഭവതു അതിൻ്റെ ഉൽപ്പത്തി ഉണ്ടാവട്ടെ. ആഹാര സാധനങ്ങളുടെ ഉൽപ്പത്തി എങ്ങനെ? അഭിജച്ഛ, അഭിജച്ഛ എന്ന് പറഞ്ഞാൽ പുനഃ പുനഃ, യഥേഷ്ടം ഉണ്ടാവട്ടെ എന്നർത്ഥം. പുനരുത്പത്തി, വീണ്ടും വീണ്ടും ധാരാളം ഉണ്ടാവട്ടെ എന്ന്. അഭിജഹ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, അഭിജഹ. അഭിജച്ഛ, പിന്നെ അഭിജച്ഛ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. തസ്യേവ ഒരു ഉത്പത്തി, വീണ്ടും വീണ്ടും അത് ധാരാളം ഉണ്ടാവട്ടെ. പുനരുത്പത്തി. ക്രതുശ്ച, ക്രതുഹു, ക്രതുഹു എന്ന യാഗാദി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ക്രതുഹു യാഗം. ക്രതുശ്ച. പിന്നെ സുവശ്ച, സുവഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തസ്യ ഉൽപ്പത്തി, തസ്യ ഉൽപ്പത്തവും അതിൻ്റെ ഉൽപ്പാദനത്തിൽ ഇവരുടെയൊക്കെ ഉണ്ടാവലുകളിൽ, അഥവാ ഇഷ്ടം പോലെ യഥേഷ്ടം ഭക്ഷണ സാധനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാവട്ടെ, ഉൽപ്പത്തി ഉണ്ടാവട്ടെ. ഉൽപ്പത്തി ഭവതു എന്ന് വെച്ചാൽ ഉൽപ്പത്തി ഉണ്ടാവട്ടെ, ധാരാളം ഉണ്ടാവട്ടെ, വളരട്ടെ, ഇഷ്ടം പോലെ. പിന്നെ സുവഹ, സുവഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അധിപതിയായിട്ടുള്ളവൻ ആരാണ്? സുവഹ, സൂര്യൻ, ആദിത്യ. തസ്യ ഉത്പത്തവും അതിൻ്റെ ഉൽപ്പാദനത്തിൽ ഈ ആഹാര സാധനങ്ങളെയൊക്കെ ഹേതുഹു ആരാണ്? ആദിത്യനാണ്. ആ ആദിത്യൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആദിത്യനില്ലെങ്കിൽ ഒരു ജീവജാലവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആദിത്യനാണ് ഇവിടെ ഏതിൻ്റെ ഹേതു, ഈ ഉൽപ്പന്നങ്ങളുടെ ഹേതുവായിട്ട് വർത്തിക്കുന്നത് ആദിത്യനാണ്. പിന്നെയോ അതുകൊണ്ട് ആദിത്യൻ്റെ കൃപയും ഉണ്ടാകട്ടെ. തസ്യ അനുഗ്രഹം അഭിജ ദീയതാം, അതും നമുക്ക് ലഭ്യമാക്കപ്പെടട്ടെ. പിന്നെയോ സുവശ്ച മൂർധാച, മൂർധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്യൗ, ദ്യൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം അഥവാ സ്വർഗം, സ്വർഗവും. പിന്നെയോ സുവച്ഛ മൂർധാച വ്യശ്നിയശ്ചാന്ദ്യായന ഛാന്ദ്യശ്ച. വ്യശ്ന്യഹ, വ്യശ്ന്യഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹ ആകാശേ വ്യാപ്തഃ. വ്യശ്ന്യഹ, ആകാശത്തിൽ ആരാണോ വ്യാപിച്ചിരിക്കുന്നത് അവൻ, അത് പ്രപഞ്ചശക്തി തന്നെയാണ്. ആ പ്രപഞ്ചശക്തിയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നർത്ഥം.
വ്യഷ്ണിയശ്ച വ്യഷ്ണിയഃ ആരാണോ യഹ ആകാശേ വ്യാപ്തഃ സ്വർഗേ വ്യാപ്തഃ പ്രപഞ്ചേ വ്യാപ്തഃ എന്നൊക്കെ നമുക്ക് പറയാം. ഈ ആകാശത്തിൽ വ്യാപരിച്ചിരിക്കുന്നവനും നമ്മളെ അനുഗ്രഹിക്കട്ടെ. തസ്യ അനുഗ്രഹമപി ദീയതാം തരപ്പെടട്ടെ. പിന്നെ വ്യഷ്ണിയശ്ചാന്ധ്യായനശ്ച വ്യഷ്ണിയച്ഛാന്ധ്യായനഃ വ്യഷ്ണിയഃ വ്യാപിച്ചിരിക്കുന്ന ആരോ. പിന്നെ ആന്ധ്യായനഃ വ്യഷ്ണിയശ്ചാന്ധ്യായന വ്യഷ്ണിയഃ ച ആന്ധ്യായനഃ വ്യഷ്ണിയശ്ചാന്ധ്യായനഃ. ആന്ധ്യായനഃ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തേ ജാതഃ അവസാനം ജനിച്ചവനും. വ്യഷ്ണിയശ്ചാന്ധ്യായനശ്ചാന്ധ്യശ്ച. പിന്നെ അന്ത്യഃ. ശ്രദ്ധിക്കുക. വ്യഷ്ണിയശ്ചാന്ധ്യായനശ്ചാന്ധ്യശ്ച വ്യഷ്ണിയഃ ച ആന്ധ്യായനഃ അന്തേജാതഃ അവസാനം ജനിച്ചവനും. പിന്നെ അന്ത്യഃ ച അന്ത്യശ്ച അവസാനം നിലനിൽക്കുന്നവനും. അന്തേ ഭവ സ്ഥിതഃ അവസാനത്തിൽ സ്ഥിതഃ സ്ഥിതി ചെയ്യുന്നവനും. പിന്നെ ഭൗവനശ്ച ഭുവനേ ജാതഃ ഭുവനത്തിൽ ജനിച്ചവനും ഭൂമിയിൽ ജനിച്ചവനും. ഭൗവനഃ ഭൗവനശ്ച ഭൗവനഃ ഭുവനത്തിൽ ജനിച്ചവൻ ഭുവനേ ജാതഃ. പിന്നെ ഭുവനശ്ച പിന്നെ ഭുവനത്തിൽ സ്ഥിതി ചെയ്യുന്നവനും. ഇതിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ആര് തന്നെയാണ്? ജഗതാത്മക ജഗത്തിൻ്റെ ആത്മാവായിട്ടുള്ളവൻ പ്രപഞ്ചശക്തി തന്നെയാണ്. പിന്നെ അധിപതിശ്ച അധിപതി സ്വാമി ഏതേഷാം പ്രഭു ഇവയുടെ എല്ലാം പ്രഭുവായിട്ടുള്ളവനും സ്വാമിയായിട്ടുള്ളവനും അധിപതിയായിട്ടുള്ളവനും. അധിപതിശ്ച എന്ത്? നമ്മെ അനുഗ്രഹിക്കട്ടെ. അധിപതിയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നർത്ഥം. അതൊന്നുകൂടെ ചൊല്ലാം. ക്രതു വാചശ്ച പ്രസവച്ചാവിജച്ച ക്രതുച്ച സുവച്ച മൂർധാച വിഷ്ണിയച്ഛാന്ധ്യായനച്ഛാന്ധ്യച്ച ഭൗവനശ്ച ഭുവനശ്ചാധിപതിശ്ച. അടുത്തത് ചൊല്ലാം. ഇടാദേവഹൂർമനുർയജ്ഞനിർബൃഹസ്പതിരുക്താമതാനി. ഇട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നിയാണ്. വേറെയും അർത്ഥങ്ങളുണ്ട്. ഇവിടെ അഗ്നി. എന്താണ് അഗ്നിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് യാഗങ്ങളും മറ്റും അഗ്നിയിലാണ് ചെയ്യുന്നത്. അഗ്നിയാലാണ് നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഇടാദേവഹൂർമനുർയജ്ഞനിർബൃഹസ്പതിരുക്താമതാനി. ഇടാദേവഹൂ ചൊല്ലുമ്പോൾ ഹൂഹു. ഇടാദേവഹൂഹു ദേവഹൂ. ദേവന്മാരെ ആഹ്വാനം ചെയ്യട്ടെ അഗ്നി. ദേവതകളെ ദേവഹൂർ അതായത് അടുത്ത വാക്കുകൂടി യോജിപ്പിക്കുന്ന അവസരത്തിൽ ദേവഹൂഹു മനുഹു ദേവഹൂർ മനു എന്ന് പറയും. ദേവഹൂർ മനുഹു സന്ധിയാണത്. വാക്കുകൾ യോജിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന മാറ്റമാണത്. ഇതും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടാദേവഹു അഗ്നി ദേവന്മാരെ ആഹ്വാനം ചെയ്യട്ടെ. മനുർ യജ്ഞനിർ ബൃഹസ്പതിരുക്താമതാനും. മനുർ യജ്ഞനീഹി മനു എന്തു ചെയ്യുന്നു? യജ്ഞനീഹി
യജ്ഞം ചെയ്യുന്നു. മനു യജ്ഞം ചെയ്യുന്നു, മനു യാഗം ചെയ്യുന്നു, യജ്ഞം ചെയ്യുന്നു. പിന്നെ ബൃഹസ്പതി ഉക്താമതാനി, ബൃഹസ്പതിയിൽ ഉക്താമതാനി. ബൃഹസ്പതി എന്ത് ചെയ്യുന്നു? ബൃഹസ്പതിയിൽ ഉക്താമതാനി എന്ന് പറഞ്ഞാൽ ശ്ലോകങ്ങൾ, സ്തുതിഗീതങ്ങൾ പാടുന്നു എന്നർത്ഥം. ബൃഹസ്പതി സ്തുതിഗീതങ്ങൾ പാടുന്നു, ദേവന്മാർക്കായിട്ടുള്ള സ്തുതിഗീതങ്ങൾ പാടുന്നു. ബൃഹസ്പതിരുക്താമതാനി ശകുംസി, ശംസി, ശകുംസി പ്രശംസി. ആരെ? ദേവന്മാരെ പ്രശംസിച്ചുകൊണ്ട്. ശകുംസി ഷഡ് വിശ്വേദേവാഹ, ദേവകളും വിശ്വേദേവകളും എന്തു ചെയ്യുന്നു? സൂക്തങ്ങൾ പാടുന്നു. ഈശ്വരനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സൂക്തങ്ങൾ ചൊല്ലുന്നു. സൂക്തവാചഃ, സൂക്തങ്ങൾ ചൊല്ലുന്നു. യജ്ഞനേ ബൃഹസ്പതിരുക്താമതാനി ശകുംസി, ശംസി പ്രശംസി, ശകുംസി ഷത് വിശ്വേദേവാഹ സൂക്തവാചഃ. പൃഥിവീമാധർമാ മാ ഹിംസേർമധു. പൃഥിവീമാതഃ, പൃഥിവീമാധർമാ, പൃഥിവീമാതഃ മാ, പൃഥിവീമാധർമാ. പൃഥിവീമാത അല്ലയോ പൃഥിവി, ഭൂമിദേവി അല്ലയോ അമ്മയായ പൃഥിവീമാത. മാ പാടില്ല, എന്ത്? മ ഹിംസീഹി, ഹിംസീർ മധു, ഹിംസീഹി. മധു എന്ന് പറഞ്ഞാൽ വേറെയാണ്, യോജിപ്പിച്ചിരിക്കുന്നത്. ഹിംസീർ മധു, ഹിംസീഹി. ഞങ്ങളെ വധിക്കരുത്, ശിക്ഷിക്കരുത്, അപായപ്പെടുത്തരുത് അല്ലയോ അമ്മയായ ഭൂമിദേവി. ഞങ്ങളെ ശിക്ഷിക്കരുത്, ഞങ്ങളെ കാത്ത് രക്ഷിച്ചാലെന്ന് അർത്ഥം. മാ ഹിംസി, ഹിംസിഹി, ഹിംസിഹി, ഹിംസ ചെയ്യരുത് ഞങ്ങളെ. ചൊല്ലുമ്പോൾ ഹിംസീഹി, ഹിംസീർ മാ. മധു മനുഷ്യേ, മധു, മധു എന്ന് പറഞ്ഞാൽ തേൻ എന്നുള്ള അർത്ഥം. ഇവിടെ മധുരതരമായിട്ടുള്ള എന്നർത്ഥം. മധുമനുഷ്യേ, മനുഷ്യ, മനുഷ്യ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ചിന്ത എന്നൊക്കെ വരും. അപ്പോൾ മധുരതരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുഖപ്രദമായിട്ടുള്ള ചിന്തകളും എന്ന് പറഞ്ഞാൽ ആർക്കും ഞങ്ങൾ ദോഷം ചിന്തിക്കില്ല എന്നർത്ഥം. ഞങ്ങൾ ചിന്തിക്കാതിരിക്കട്ടെ, അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് അവിടെ. അല്ലയോ അമ്മേ പൃഥ്വിമാതാൻ, ഞങ്ങളെ ഹിംസിക്കരുത്, പിന്നെ ഞങ്ങളുടെ ചിന്തകളെല്ലാം എപ്രകാരമായിരിക്കട്ടെ എന്നുള്ളതാണ്. മധു, മധുമതിയും. ഇവിടെ മധു നിറഞ്ഞതായി തീരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരതരമായിട്ടുള്ളത്, നല്ല ചിന്തകൾ, ഏവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മനീഷ, ഞങ്ങളുടെ ബുദ്ധി അഥവാ ചിന്തകളും. മധു മനുഷ്യേ, മധുജനിഷ്യേ. അതുപോലെ പ്രവർത്തനങ്ങളും, ജനിഷ്യേ എന്ന് പറയുന്ന പ്രവർത്തനങ്ങളിലും ഹിതകരമായ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യട്ടെ എന്നുള്ള അർത്ഥം. ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നർത്ഥം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ, പൃഥ്വിമാത അനുഗ്രഹിക്കട്ടെ എന്നർത്ഥം. അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹിക്കട്ടെ. മധുജനിഷ്യേ മധുഭക്ഷ്യാമി. മധുരതരമായ എല്ലാവർക്കും ഇമ്പമേകുന്ന വാക്കുകൾ ഭക്ഷ്യാമി, ഞാൻ സംസാരിക്കും. പിന്നെയോ മധുഭക്ഷ്യാമി, മധുവദിഷ്യാമി. മനോഹരമായ രീതിയിൽ വദിഷ്യാമി, സംസാരിക്കും, സംസാരിക്കാൻ ഞാൻ സംസാരിക്കും എന്നർത്ഥം. മധുമതിയും ദേവേഭ്യ. പിന്നെ മധുമതിയും, ഞങ്ങളുടെ ബുദ്ധിയും എന്തായിരിക്കട്ടെ? മതി.
അഥവാ ചിന്തകൾ തന്നെ മധുരതരമായിരിക്കട്ടെ, നല്ലതായിരിക്കട്ടെ, ശ്രേഷ്ഠമായിരിക്കട്ടെ, എല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവട്ടെ എന്നർത്ഥം. അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും എന്നർത്ഥം. പിന്നെ മധുമതിം ദേവേഭ്യ ദേവന്മാർക്ക് വാചമുദ്യാശകം വാചക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേരിപ്പിക്കുക, പ്രേരണ, ഉദ്യാശം എന്നർത്ഥം. ഉദ്യാസം എന്ന് പറഞ്ഞാൽ ഉദ്യമം, പ്രവർത്തിക്കാനായിട്ട് പ്രേരണ ഉണ്ടാവുക. അപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള പ്രേരണ. ആർക്ക് അനുകൂലമായിട്ട്? ഞങ്ങളുടെ മനസ്സിൽ പ്രേരണ ഉണ്ടാവണം. ദേവേഭ്യ ശുശ്രൂഷേണ്യാം ശുശ്രൂഷ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ദേവന്മാരെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുശ്രൂഷേണ്യാം മനുഷ്യർക്ക്. ദേവന്മാരെ ശുശ്രൂഷിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ള ജനങ്ങൾ, ഈശ്വരനിൽ ഭക്തിയുള്ള ജനങ്ങൾക്ക് ഞങ്ങൾ എന്തു ചെയ്യുന്നു? അവരെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം. പിന്നെ അത്തരത്തിലുള്ള മനുഷ്യരെ എന്താണ് ദേവന്മാർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷേണ്യം മനുഷ്യേഭ്യസ്തം മനുഷ്യേഭ്യഃ അവരെ മാ ദേവ അവന്ത് ശോഭായ, അല്ലയോ ദേവന്മാരെ, അവന്ത് ശോഭായ, അവരുടെ ശോഭയെ, അവരുടെ നല്ല മനസ്സിനെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കരുതെന്ന അർത്ഥമാണ്. തടസ്സം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണമേ, ഭക്തജനങ്ങൾക്ക് ഗുണത്തെ കൊടുക്കണമേ, അഥവാ ഈശ്വരൻ കൊടുക്കട്ടെ. പിന്നെയോ മാ ദേവ അവന്ത് ശോഭയെ കൊടുക്കട്ടെ, ഐശ്വര്യത്തെ കൊടുക്കട്ടെ, ഈശ്വരൻ്റെ അനുഗ്രഹം അവർക്കെല്ലാം ലഭ്യമായിട്ട് അതില്ലാതാക്കരുത് എന്നർത്ഥം. മാ അവന്ത് ശോഭ എന്ന് പറയുന്നു, ആ ശോഭ ഇല്ലാതാക്കരുത്. പിന്നെയോ മാ ദേവ അവന്ത് ശോഭായ പിതരോ അനുമതന്തു, ഇതിന് പിതൃക്കളും അനുമതി തരട്ടെ. അപ്പോൾ പിതൃക്കളോടും പ്രാർത്ഥിക്കണം. പിതൃക്കളുടെ അനുമതി ഇല്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാകും. അപ്പോൾ പിതൃക്കളും അതിന് അനുമതി തരട്ടെ, ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ആയിട്ട് എന്നർത്ഥം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതൊന്നുകൂടെ ചൊല്ലാം. ഓം ഏകാദമേ തിസ്രശ്ചമേ പഞ്ചചമേ സപ്തചമേ നവചമ ഏകാദശചമേ ത്രയോദശചമേ പഞ്ചദശചമേ സപ്തദശചമേ നവദശചമ ഏകവിംശതിശ്ചമേ ത്രയോവിംശതിശ്ചമേ പഞ്ചവിംശതിശ്ചമേ സപ്തവിംശതിശ്ചമേ നവവിംശതിശ്ചമ ഏകത്രിവിംശശ്ചമേ ത്രയസ്ത്രിവിംശശ്ചമേ ചതുശ്രശ്ചമേഷ്ടൗചമേ ദ്വാദശചമേ ഷോഡശചമേ വിംശതിശ്ചമേ ചതുർവിംശതിശ്ചമേഷ്ടാവിംശതിശ്ചമേ ദ്വാത്രിവിംശശ്ചമേ ഷട്ത്രിവിംശശ്ചമേ ചത്വാരിവിംശശ്ചമേ ചതുശ്ചത്വാരിവിംശശ്ചമേഷ്ടാചത്വാരിവിംശശ്ചമേ വാജശ്ച പ്രസവശ്ചാഭിജശ്ച കൃതിശ്ച സുവശ്ച മൂർധാ ച വ്യസ്ന്യച്ഛാന്ദ്യായനച്ഛാന്ദ്യശ്ച ഭൗവനശ്ച ഭുവനശ്ചാധിപതിശ്ച ഇടാദേവഹുർമനുർയജ്ഞനെ ബൃഹസ്പതിരുക്താമതാനി ശകുംസി ഷഡ്വിശ്വേ ദേവാഃ സൂക്തവാചഃ പൃഥിവീമാ ധർമാ മാഹികംസേർമധുമനുഷ്യേ മധുജനിഷ്യേ മധുവക്ഷ്യാമി മധുവദിഷ്യാമി മധുമതിം ദേവേഭ്യോ വാചമുദ്യാശകം ശുശ്രൂഷേണ്യാം മനുഷ്യേഭ്യസ്തം മാ ദേവാ അവന്തു ശോഭായേ പിതരോനുമതന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീരുദ്ര മഹാമന്ത്രത്തിൻ്റെ പരിപൂർണമായിട്ട് വ്യാഖ്യാനം കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഈ മന്ത്രം മൊത്തമായിട്ട്, അഥവാ ശ്രീരുദ്രം പരിപൂർണമായിട്ട് നമകവും ചമകവും ചേർന്ന് മൊത്തമായിട്ട്
അടുത്ത വീഡിയോയിൽ നമുക്ക് ചൊല്ലാം. അതുവരെ